28/4/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 23/10/99 മധുബൻ. സമയത്തിൻ്റെ ആഹ്വാനമാണ് ദാതാവാകൂ. ഇന്ന് സർവശ്രേഷ്ഠ ഭാഗ്യവിധാതാവും സർവശക്തികളുടെയും ദാതാവുമായ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള സർവ കുട്ടികളെയും കണ്ട് ഹർഷിതമാകുന്നു. മധുബനിൽ മുന്നിലാണെങ്കിലും ദേശവിദേശങ്ങളിൽ ഓർമ്മയിലിരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുകയാണെങ്കിലും എവിടെയിരുന്നാലും ഹൃദയത്തിൻ്റെ മുന്നിലാണ്. ആ എല്ലാ കുട്ടികളെയും കണ്ട് ബാബ്ദാദ ഹർഷിതമാകുന്നു. താങ്കൾ ഏവരും ഹർഷിതമാകുന്നുണ്ടല്ലോ. കുട്ടികളും ഹർഷിതം, ബാബ്ദാദയും ഹർഷിതം. ഈ ഹൃദയത്തിലെ സദാകാലത്തെ സത്യമായ ഹർഷം മുഴുവൻ ലോകത്തിലെ ദുഃഖങ്ങളെയും ദൂരെയാക്കുന്ന ഒന്നാണ്. ഈ ഹൃദയത്തിലെ ഹർഷം ആത്മാക്കൾക്ക് പിതാവിൻ്റെ അനുഭവം ചെയ്യിക്കുന്ന ഒന്നാണ്. കാരണം ബാബയും സദാ സർവ ആത്മാക്കളെ പ്രതിയും സേവാധാരിയാണ്. കുട്ടികളായ താങ്കൾ ഏവരും ബാബയോടൊപ്പം സേവനത്തിൽ സഹചാരികളാണ്. സഹചാരികൾ ആണല്ലോ. ബാബയുടെ സഹചാരികളുമാണ്. വിശ്വത്തിലെ ദുഃഖങ്ങളെ പരിവർത്തനപ്പെടുത്തി സദാ സന്തോഷമായി ഇരിക്കാനുള്ള ഉപാധി നൽകുന്ന സേവനത്തിൽ സദാ ഉപസ്ഥിതരായിരിക്കുന്നു. സദാ സേവാധാരിയാണ്. സേവനം കേവലം 4 മണിക്കൂറോ 6 മണിക്കൂറോ ചെയ്യുന്നവരല്ല. ഓരോ സെക്കൻഡിലും സേവനത്തിൻ്റെ സ്റ്റേജിൽ പാർട്ട് അഭിനയിക്കുന്ന പരമാത്മാവിൻ്റെ സഹചാരികളാണ്. ഓർമ്മ നിരന്തരമാണ്. അതേപോലെ തന്നെ സേവനവും നിരന്തരമാണ്. സ്വയം നിരന്തര സേവാധാരിയായി അനുഭവിക്കുന്നുണ്ടോ? അതോ 8-10 മണിക്കൂറിലെ സേവാധാരിയാണോ? ഈ ബ്രാഹ്മണ ജന്മം തന്നെ ഓർമ്മയ്ക്കും സേവനത്തിനും വേണ്ടിയാണ്. മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇത് തന്നെയാണല്ലോ. ഓരോ ശ്വാസത്തിലും ഓരോ സെക്കൻഡും ഓർമ്മയും സേവനവും ഒരുമിച്ചുണ്ടോ? അതോ സേവനത്തിൻ്റെ സമയം വേറെയും ഓർമ്മയുടെ സമയം വേറെയുമാണോ? അല്ലല്ലോ. ശരി, ബാലൻസ് ഉണ്ടോ? അഥവാ 100% സേവനമുണ്ടെങ്കിൽ 100% തന്നെ ഓർമ്മയുണ്ടോ? രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടോ? വ്യത്യാസമുണ്ടാകുന്നുവല്ലോ. കർമ്മയോഗി എന്നതിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. കർമ്മവും ഓർമ്മയും സേവനവും ഓർമ്മയും രണ്ടിൻ്റെയും ബാലൻസ് സമാനം ആയിരിക്കേണ്ടതാണ്. ചില സമയത്ത് ഓർമ്മ കൂടുതലാണ്, സേവനം കുറവ്, അല്ലെങ്കിൽ സേവനം കൂടുതലാണ്, ഓർമ്മ കുറവ് എന്നാകരുത്. ആത്മാവും ശരീരവും സ്റ്റേജിൽ ആയിരിക്കുന്നത് വരെ ഒരുമിച്ചാണല്ലോ. വേറിട്ടതാവുക സാധിക്കുമോ? അതേപോലെ ഓർമ്മയും സേവനവും ഒരുമിച്ചുണ്ടായിരിക്കട്ടെ. ഓർമ്മ എന്നാൽ ബാബയ്ക്ക് സമാനം, സ്വയം തൻ്റെ സ്വമാനത്തിൻ്റെയും ഓർമ്മ. എപ്പോഴാണോ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കുന്നത്, അപ്പോൾ സ്വതവേ തന്നെ സ്വമാനത്തിൻ്റെയും ഓർമ്മയുണ്ടായിരിക്കും. അഥവാ സ്വമാനത്തിൽ ഇരിക്കുന്നില്ലെങ്കിൽ ഓർമ്മയും പവർഫുൾ ആയിരിക്കില്ല. സ്വമാനം എന്നാൽ ബാബയ്ക്ക് സമാനം. സമ്പൂർണ്ണ സ്വമാനം തന്നെയാണ് ബാബയ്ക്ക് സമാനം. ഇങ്ങനെ ഓർമ്മയിലിരിക്കുന്ന കുട്ടികൾ സദാ ദാതാവായിരിക്കും. എടുക്കുന്നവരല്ല, ദേവത എന്നാൽ നൽകുന്നവർ. അപ്പോൾ ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും ദാതാവിൻ്റെ സ്റ്റേജ് ചെക്ക് ചെയ്യുകയായിരുന്നു. ദാതാവിൻ്റെ കുട്ടികൾ എത്രത്തോളം ദാതാവായി? ഏതുപോലെ ബാബയ്ക്ക് ഒരിക്കലും വാങ്ങുന്നതിൻ്റെ സങ്കല്പം എടുക്കാൻ സാധിക്കില്ല. നൽകുന്നതിൻ്റെതാണ് ചെയ്യുന്നത്. അഥവാ പഴയ സർവ്വതും നൽകൂ എന്ന് പറഞ്ഞാൽ തന്നെയും പഴയതിന് പകരം പുതിയത് നൽകുന്നു. എടുക്കുക എന്നത് ബാബയുടെ നൽകലാണ്. അപ്പോൾ വർത്തമാന സമയത്ത് ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ഒരു ടോപ്പിക് വളരെ നല്ലതായി തോന്നി. ഏത് ടോപ്പിക്? വിദേശത്തെ ടോപ്പിക്. ഏതാണ്?
കോൾ ഓഫ് ടൈം. ബാബ്ദാദ നോക്കുകയായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി സമയത്തിൻ്റെ വിളി എന്താണ്? താങ്കൾ കാണുന്നുണ്ട്, വിശ്വത്തിന് വേണ്ടിയും സേവനത്തിന് വേണ്ടിയും ബാബ്ദാദ സേവനത്തിൻ്റെ സഹചാരി തന്നെയാണ്. എന്നാൽ ബാബ്ദാദ നോക്കുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ സമയത്തിൻ്റെ വിളി എന്താണ്? സമയത്തിൻ്റെ വിളി എന്താണെന്ന് താങ്കളും മനസ്സിലാക്കുന്നുണ്ടല്ലോ. തനിക്ക് വേണ്ടി ചിന്തിക്കൂ. സേവനത്തെ പ്രതി പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ തനിക്ക് വേണ്ടി സ്വയം തന്നോട് തന്നെ ചോദിക്കൂ, നമുക്ക് വേണ്ടി സമയത്തിൻ്റെ വിളി എന്താണ്? വർത്തമാന സമയത്തിൻ്റെ വിളി എന്താണ്? അപ്പോൾ ബാബ്ദാദ നോക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സമയമനുസരിച്ച് ഓരോ സമയത്തും ഓരോ കുട്ടിയും ദാതാവിൻ്റെ സ്മൃതി ഇനിയും വർദ്ധിപ്പിക്കണം. സ്വ ഉന്നതിയെ പ്രതിയുള്ള ദാതാവിൻ്റെ ഭാവമായാലും സർവരെ പ്രതി സ്നേഹമായാലും എമർജ് രൂപത്തിൽ കാണപ്പെടണം. ആര് എങ്ങനെയായിരുന്നാലും എന്തായിരുന്നാലും എനിക്ക് നൽകണം. അപ്പോൾ ദാതാവ് സദാ പരിധിയില്ലാത്ത വൃത്തിയുള്ളവർ ആയിരിക്കും, പരിധിയുള്ളതല്ല. ദാതാവ് സദാ സമ്പന്നവും നിറഞ്ഞതുമായിരിക്കും. ദാതാവ് സദാ ക്ഷമയുടെ മാസ്റ്റർ സാഗരമായിരിക്കും. ഇത് കാരണം എന്താണോ പരിധിയുള്ള തൻ്റെ സംസ്കാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസ്കാരം, അത് എമർജ് ആവുകയില്ല, മെർജ് ആകും. എനിക്ക് നൽകണം. ആരെങ്കിലും നൽകിയാലും നൽകിയില്ലെങ്കിലും എനിക്ക് ദാതാവാകണം. ഏതെങ്കിലും സംസ്കാരത്തിന് വശപ്പെട്ട് വിഷമിക്കുന്ന ആത്മാവായിക്കൊള്ളട്ടെ, ആ ആത്മാവിന് എനിക്ക് സഹയോഗം നൽകണം. അപ്പോൾ യാതൊരു പരിധിയുള്ള സംസ്കാരവും താങ്കളെ പ്രഭാവിതം ആക്കുകയില്ല. ആരെങ്കിലും മാന്യത നൽകിയാലും ആരെങ്കിലും നൽകിയില്ലെങ്കിലും അവർ നൽകാതിരിക്കട്ടെ, എന്നാൽ എനിക്ക് നൽകേണ്ടതുണ്ട്. ഇങ്ങനെ ദാതാവിൻ്റെ സ്ഥിതി ഇപ്പോൾ എമർജായിരിക്കണം. മനസ്സിൽ ഭാവനയുണ്ട്, പക്ഷേ ഈ പക്ഷേ എന്നത് വരരുത്. എനിക്ക് ചെയ്യുക തന്നെ വേണം. താങ്കൾക്ക് ഉപയോഗമില്ലാത്തതോ നല്ലതായി തോന്നാത്തതോ ആയ അങ്ങനെയുള്ള ഏതെങ്കിലും പെരുമാറ്റമോ വാക്കോ ആണെങ്കിൽ അതിനെ സ്വീകരിക്കുകയേ ചെയ്യരുത്. മോശമായ വസ്തു സ്വീകരിക്കാറുണ്ടോ? മനസ്സിൽ ധാരണ ചെയ്യുക എന്നാൽ സ്വീകരിക്കുക. ബുദ്ധി തലം വരെ പോലും പാടില്ല. ബുദ്ധിയിലും കാര്യം വന്നു എന്നതും പാടില്ല. മോശമായ വസ്തുവാണ്, നല്ലതല്ല എന്നിരിക്കെ ബുദ്ധിയിലും ഹൃദയത്തിലും എടുക്കാതിരിക്കൂ. അതായത് ധാരണ ചെയ്യാതിരിക്കൂ. എടുക്കുന്നതിന് പകരം ദാതാവായി ശുഭഭാവനയും ശുഭകാമനയും നൽകൂ. എടുക്കരുത്. കാരണം ഇപ്പോൾ സമയമനുസരിച്ച് മനസ്സും ബുദ്ധിയും ഒഴിഞ്ഞതല്ല എങ്കിൽ നിരന്തര സേവാധാരിയാകാൻ സാധിക്കില്ല. മനസ്സോ ബുദ്ധിയോ എപ്പോഴാണോ ഏതെങ്കിലും കാര്യങ്ങളിൽ ബിസിയായിരിക്കുന്നത്, അപ്പോൾ എന്ത് സേവനം ചെയ്യുവാനാണ്? പിന്നെ ഏതുപോലെ ലൗകികത്തിൽ ചിലർ 8 മണിക്കൂർ, ചിലർ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, അതേപോലെ ഇവിടെയും ആയിപ്പോകും. 8 മണിക്കൂർ സേവാധാരി, 6 മണിക്കൂർ സേവാധാരി. നിരന്തര സേവാധാരിയാകാൻ സാധിക്കില്ല. ഒന്നുകിൽ മനസ്സാ സേവനം ചെയ്യൂ, അല്ലെങ്കിൽ വാണിയിലൂടെ, അല്ലെങ്കിൽ കർമ്മം, അതായത് സംബന്ധ സമ്പർക്കത്തിലൂടെ. ഓരോ സെക്കൻഡിലും ദാതാവ്, അതായത് സേവാധാരിയാകണം. ബുദ്ധിയെ ശൂന്യമാക്കി വയ്ക്കുന്നതിലൂടെ ബാബയുടെ സേവനത്തിൻ്റെ സഹചാരിയാകാൻ സാധിക്കും. ഹൃദയം സദാ സ്വച്ഛമാക്കി വയ്ക്കുന്നതിലൂടെ നിരന്തരം ബാബയുടെ സേവനത്തിൻ്റെ സഹചാരിയാകാൻ സാധിക്കും. താങ്കൾ ഏവരുടെയും വാഗ്ദാനം എന്താണ്? കൂടെയിരിക്കും, കൂടെ നടക്കും. വാഗ്ദാനമാണല്ലോ. അതോ അങ്ങ് മുന്നിലിരിക്കൂ, നമ്മൾ പിന്നാലെ പിന്നാലെ വരാം എന്നല്ലല്ലോ. കൂടെ എന്നാണല്ലോ വാഗ്ദാനം. അപ്പോൾ ബാബ സേവനമില്ലാതെ ഇരിക്കുന്നുണ്ടോ? ഓർമ്മയില്ലാതെയും ഇരിക്കുന്നില്ല. എത്രത്തോളം ബാബ ഓർമ്മയിലിരിക്കുന്നോ അത്രയും താങ്കൾ പ്രയത്നത്തോടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ പ്രയത്നത്തോടെയാണ്, അറ്റൻഷനോടെയാണ്.
പിതാവിനെ സംബന്ധിച്ച് എന്താണുള്ളത്? പരമാത്മാവിനെ സംബന്ധിച്ച് ആത്മാക്കൾ തന്നെയാണുള്ളത്. നമ്പർ വൈസ് ആത്മാക്കൾ തന്നെയാണ്. കുട്ടികളുടെ ഓർമ്മയില്ലാതെ പിതാവിന് ഇരിക്കാനേ സാധിക്കില്ല. ബാബയ്ക്ക് കുട്ടികളുടെ ഓർമ്മയില്ലാതെ ഇരിക്കാൻ സാധിക്കുമോ? താങ്കൾക്ക് ഇരിക്കാൻ സാധിക്കുമോ? ഇടയ്ക്കിടയ്ക്ക് വികൃതി ഉള്ളവരാകുന്നു. അപ്പോൾ എന്താണ് കേട്ടത്? സമയത്തിൻ്റെ വിളിയാണ് ദാതാവാകൂ. ആവശ്യകത വളരെയധികമുണ്ട്. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളുടെയും വിളിയാണ്, അല്ലയോ നമ്മുടെ ഇഷ്ടരെ. ഇഷ്ടരാണല്ലോ. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ സർവ ആത്മാക്കളുടെയും ഇഷ്ടരാണ്. ഇപ്പോൾ എല്ലാ ആത്മാക്കളുടെയും വിളിയാണ്, ഹേ ഇഷ്ടദേവ ദേവിമാരെ പരിവർത്തനപ്പെടുത്തൂ. ഈ വിളി കേൾക്കപ്പെടുന്നുണ്ടോ? പാണ്ഡവർക്ക് ഈ വിളി കേൾക്കപ്പെടുന്നുണ്ടോ? കേട്ട ശേഷം എന്താണ് ചെയ്യുന്നത്? കേൾക്കപ്പെടുമ്പോൾ സൽവേഷൻ നൽകുന്നുണ്ടോ? അതോ ശരി ചെയ്യാം എന്ന് ചിന്തിക്കുകയാണോ? വിളി കേൾക്കപ്പെടുന്നുണ്ടോ? അതോ സമയത്തിൻ്റെ വിളിയെക്കുറിച്ച് കേൾപ്പിക്കുകയും ആത്മാക്കളുടെ വിളി കേവലം കേൾക്കുകയും ചെയ്യുകയാണോ? അപ്പോൾ ഇഷ്ടദേവ ദേവിമാർ ഇപ്പോൾ തൻ്റെ ദാതാവിൻ്റെ രൂപം എമർജ് ചെയ്യൂ, നൽകണം. ഒരാത്മാവും വഞ്ചിതമായി അവശേഷിക്കരുത്. ഇല്ലെങ്കിൽ പരാതികളുടെ മാലകൾ വീഴും. പരാതി പറയുമല്ലോ. പരാതികളുടെ മാല അണിയുന്ന ഇഷ്ടരാണോ അതോ പുഷ്പങ്ങളുടെ മാല അണിയുന്ന ഇഷ്ടരാണോ? ഏത് ഇഷ്ടരാണ്? പൂജ്യരാണല്ലോ. ഇങ്ങനെ വിചാരിക്കരുത്. നമ്മൾ പിന്നീട് വരുന്നവരാണ്. ആരാണോ വലിയവർ അവർ തന്നെയാണ് ദാതാവാകുന്നത്. നമ്മൾ എവിടെയാകുവാനാണ്? എന്നാൽ പാടില്ല. എല്ലാവർക്കും ദാതാവ് ആകേണ്ടതുണ്ട്. ആരാണോ ഫസ്റ്റ് ടൈം മധുബനിൽ വരുന്നവർ അവർ കൈ ഉയർത്തോ. ആരാണോ ഫസ്റ്റ് ടൈം വന്നവർ അവർക്ക് ദാതാവാകാൻ സാധിക്കുമോ? അതോ രണ്ടാമത്തെ മൂന്നാമത്തെ വർഷത്തിൽ ദാതാവാകുമോ? ഒരു വർഷമായവർക്ക് ദാതാവാകാൻ സാധിക്കുമോ? മുന്നിലുള്ളവർ അതെ എന്ന് പറഞ്ഞു. വളരെ നല്ല സമർത്ഥരാണ്. ബാബ്ദാദ ധൈര്യത്തിന്മേൽ സദാ സന്തോഷിക്കുന്നു. 1 മാസം ആയവരായാലും ഇവർ 1 വർഷമോ 6 മാസമോ ആയിട്ടുണ്ടാകും. എന്നാൽ ബാബ്ദാദയ്ക്കറിയാം, 1 വർഷമായവർ ആയാലും 1 മാസം ആയവരായാലും 1 മാസത്തിൽ തന്നെ സ്വയം ബ്രഹ്മകുമാർ അല്ലെങ്കിൽ ബ്രഹ്മകുമാരി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ബ്രഹ്മകുമാറും ബ്രഹ്മകുമാരിയും എന്നാൽ ബ്രഹ്മബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയായി. ബ്രഹ്മാവിനെ പിതാവായി അംഗീകരിച്ചു. അപ്പോഴാണല്ലോ കുമാരും കുമാരിയുമായത്. അപ്പോൾ ബ്രഹ്മകുമാറും ബ്രഹ്മകുമാരിയും പിതാവായ ബ്രഹ്മാവിൻ്റെയും ശിവപിതാവിൻ്റെയും സമ്പത്തിൻ്റെ അധികാരിയായല്ലോ. അതോ 1 മാസമായവർക്ക് സമ്പത്ത് ലഭിക്കുകയില്ലേ? 1 മാസമായവർക്ക് സമ്പത്ത് ലഭിക്കുന്നുണ്ടോ? സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞു എന്നിരിക്കെ നൽകുന്നതിനായി ദാതാവാകുമല്ലോ. ഏത് വസ്തുവാണോ ലഭിക്കുന്നത് അത് നൽകാൻ ആരംഭിക്കുക തന്നെ വേണമല്ലോ. അഥവാ പിതാവായി മനസ്സിലാക്കി കണക്ഷൻ യോജിപ്പിച്ചുവെങ്കിൽ 1 ദിവസം കൊണ്ട് തന്നെ സമ്പത്ത് നേടാൻ സാധിക്കും. കൊള്ളാം, ഏതോ ശക്തിയുണ്ട്, മനസ്സിലാകുന്നുണ്ട് എന്നത് പാടില്ല. ഇത് പോരാ. സമ്പത്തിൻ്റെ അധികാരികളാണ് കുട്ടികൾ. മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്യുന്നവരല്ല. അഥവാ 1 ദിവസത്തിലെങ്കിലും ഹൃദയം കൊണ്ട് ബാബ എന്ന് അംഗീകരിച്ചുവെങ്കിൽ സമ്പത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കും. താങ്കൾ ഏവരും അധികാരിയാണല്ലോ. താങ്കൾ ബ്രഹ്മകുമാർ കുമാരിമാർ ആണല്ലോ. അതോ ആയിക്കൊണ്ടിരിക്കുകയാണോ? ആയിക്കഴിഞ്ഞുവോ അതോ ആകാൻ വേണ്ടി വന്നിരിക്കുകയാണോ? ആർക്കെങ്കിലും താങ്കളെ മാറ്റുവാൻ സാധിക്കുമോ? ബ്രഹ്മകുമാർ കുമാരിക്ക് പകരം വെറും കുമാർ കുമാരിയായി മാറുക എന്നത് സാധ്യമാണോ? ബ്രഹ്മകുമാറും കുമാരിയും ആകുന്നതിൽ എത്ര നേട്ടമാണുള്ളത്? 1 ജന്മത്തെ നേട്ടം പോലുമല്ല, അനേകം ജന്മങ്ങളിലെ നേട്ടമാണ്.
പുരുഷാർത്ഥം പകുതി ജന്മത്തെയോ കാൽ ജന്മത്തെയോ ആണ്. പ്രാപ്തി അനേകം ജന്മങ്ങളുടേതാണ്. നേട്ടം തന്നെ നേട്ടമാണല്ലോ. ബാബ്ദാദ സമയമനുസരിച്ച് വർത്തമാന സമയത്ത് വിശേഷിച്ച് ഒരു കാര്യത്തിൽ അറ്റൻഷൻ വരുത്തുന്നു. കാരണം ബാബ്ദാദ കുട്ടികളുടെ റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ റിസൾട്ടിൽ കണ്ടത് ഇതാണ്: ധൈര്യം വളരെ നല്ലതാണ്, ലക്ഷ്യവും വളരെ നല്ലതാണ്. ലക്ഷ്യമനുസരിച്ച് ഇപ്പോഴും ലക്ഷ്യവും ലക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. സർവരുടെയും ലക്ഷ്യം നമ്പർ 1 ആണ്. ആരോടെങ്കിലും ബാബ്ദാദ ചോദിക്കുകയാണ്, താങ്കളുടെ ലക്ഷ്യം 21 ജന്മത്തിൻ്റെ രാജ്യഭാഗ്യം നേടണം എന്നാണോ? സൂര്യവംശിയാകണമോ അതോ ചന്ദ്രവംശിയാകണമോ? അപ്പോൾ എല്ലാവരും ഏതിൽ കൈ ഉയർത്തും? സൂര്യവംശിയിലാണല്ലോ. ചന്ദ്രവംശിയാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ആരുമില്ല. ഒരാൾ കൈ ഉയർത്തി. നല്ലതാണ്. ഇല്ലെങ്കിൽ ആ സീറ്റ് ഒഴിഞ്ഞതായി അവശേഷിക്കും. അപ്പോൾ ലക്ഷ്യം എല്ലാവരുടെയും വളരെ നല്ലതാണ്. ലക്ഷ്യത്തിൻ്റെയും ലക്ഷണത്തിൻ്റെയും സമാനത, അതിന്മേൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ കാരണം എന്താണ്? അത് ഇന്ന് കേൾപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നവരായി മാറുന്നു. ഇത് ഉണ്ടായാൽ, ഇവർ ചെയ്താൽ, ഇവർ സഹായിച്ചാൽ, ഇവർ മാറിയാൽ ഞാൻ മാറാം. ഈ കാര്യം ശരിയാണെങ്കിൽ ഞാൻ ഓക്കെ, ശരിയാണ്. ഇവർ എടുക്കുന്നവരാകണം. ഇത് ദാതാവിൻ്റെ സ്ഥിതിയല്ല. ആരെങ്കിലും നൽകിയാലും നൽകിയില്ലെങ്കിലും ബാബ ചിലർക്ക് അല്പം നൽകുകയും ചിലർക്ക് കൂടുതൽ നൽകുകയും ചെയ്തുവോ? ഒരേ കോഴ്സാണല്ലോ. അത് 60 വർഷമായവരായാലും 1 മാസം ആയവരായാലും കോഴ്സ് ഒന്ന് തന്നെയാണ്. അതോ 60 വർഷം ആയവർക്ക് വേറെ കോഴ്സും 1 മാസമായവർക്ക് വേറെയുമാണോ? അവരും അതേ കോഴ്സാണല്ലോ ചെയ്തത്. ഇപ്പോഴും അതേ കോഴ്സാണ്, അതേ ജ്ഞാനമാണ്, അതേ സ്നേഹമാണ്, അതേ സർവശക്തികളാണ്. എല്ലാം ഒരേപോലെയാണ്. അവർക്ക് 16 ശക്തികളും അവർക്ക് 8 ശക്തികളും അങ്ങനെയല്ല. എല്ലാവർക്കും ഒരുപോലെ സമ്പത്തുണ്ട്. ബാബ എല്ലാവരെയും നിറഞ്ഞവരാക്കി എന്നിരിക്കെ നിറഞ്ഞ ആത്മാവ് ദാതാവാകുന്നു, വാങ്ങുന്നവരല്ല. എനിക്ക് നൽകണം. എനിക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും വാങ്ങുന്നതിൻ്റെ ഇച്ഛയുള്ളവരല്ല, നൽകുന്നതിൻ്റെ ഇച്ഛയുള്ളവരാകണം. എത്രത്തോളം നൽകുമോ, ദാതാവാകുമോ, അത്രയും ഖജനാവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. താങ്കൾ ആർക്കെങ്കിലും സ്വമാനം നൽകിയെന്നിരിക്കട്ടെ. അപ്പോൾ മറ്റുള്ളവർക്ക് നൽകുക എന്നാൽ തൻ്റെ സ്വമാനം വർദ്ധിപ്പിക്കുക എന്നാണ്. നൽകൽ അല്ല നടക്കുന്നത്, എന്നാൽ നൽകുക എന്നാൽ നേടുക എന്നാണ്. വാങ്ങരുത്, നൽകൂ. അപ്പോൾ നേടൽ തന്നെയായിരിക്കും നടക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? സമയത്തിൻ്റെ വിളി എന്താണ്? ദാതാവാകൂ. ഒരു വാക്ക് ഓർമ്മിക്കണം. ഏതൊരു കാര്യമുണ്ടായാലും ദാതാവ് എന്ന വാക്ക് സദാ ഓർമ്മ വയ്ക്കണം. ഇച്ഛ മാത്രം അവിദ്യ. സൂക്ഷ്മമായ വാങ്ങുന്നതിൻ്റെ ഇച്ഛ പാടില്ല, സ്ഥൂലമായ വാങ്ങുന്നതിൻ്റെ ഇച്ഛ പാടില്ല. ദാതാവിൻ്റെ അർത്ഥമാണ് ഇച്ഛ മാത്രം അവിദ്യ, സമ്പന്നം. വാങ്ങുന്നതിനുള്ള ഇച്ഛ ഉണ്ടാകും വിധത്തിൽ ഏതെങ്കിലും അപ്രാപ്തിയുടെ അനുഭവം ഉണ്ടായിരിക്കില്ല. സർവപ്രാപ്തി സമ്പന്നം. അപ്പോൾ ലക്ഷ്യം എന്താണ്? സമ്പന്നമാകുന്നതിൻ്റേതാണല്ലോ. അതോ എത്ര ലഭിച്ചോ അത്രയും നല്ലത് എന്നാണോ? സമ്പന്നമാകുന്നത് തന്നെയാണ് സമ്പൂർണം ആവുക എന്നത്. ഇന്ന് വിദേശികൾക്ക് വിശേഷിച്ച് ചാൻസ് ലഭിച്ചു. നല്ലതാണ്. ആദ്യത്തെ ചാൻസ് വിദേശികൾ നേടി. ഓമനകൾ ആയല്ലോ. എല്ലാവരെയും വിലക്കി വിദേശികൾക്ക് ക്ഷണം നൽകി. ബാബ്ദാദയ്ക്ക് എല്ലാ കുട്ടികളുടെയും ഓർമ്മയുണ്ട്. എന്നിരുന്നാലും ഡബിൾ വിദേശികളെ കാണുമ്പോൾ, അവരുടെ ധൈര്യം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടാകുന്നു.
ഇപ്പോൾ വർത്തമാന സമയത്ത് ഇത്രയും ചഞ്ചലതയിൽ വരുന്നില്ല. ഇപ്പോൾ വ്യത്യാസം വന്നു കഴിഞ്ഞു. ആരംഭത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ കൾച്ചറാണോ ഫോറിൻ കൾച്ചറാണ്? ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ ബ്രാഹ്മണ കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞു. ഇന്ത്യൻ കൾച്ചറുമല്ല ഫോറിൻ കൾച്ചറുമല്ല, ബ്രാഹ്മണ കൾച്ചറിൽ വന്നു. ഇന്ത്യൻ കൾച്ചർ അല്പം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ബ്രാഹ്മണ കൾച്ചർ സഹജമാണല്ലോ. ബ്രാഹ്മൺ കൾച്ചർ ഇതാണ്: സ്വമാനത്തിൽ ഇരിക്കൂ, സ്വരാജ്യ അധികാരിയാകൂ. ഇതാണ് ബ്രാഹ്മണ കൾച്ചർ. ഇത് ഇഷ്ടമാണല്ലോ. ഇന്ത്യൻ കൾച്ചർ എങ്ങനെ വരും? പ്രയാസമാണ് എന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, സഹജമായല്ലോ. പിന്നെ അവിടെ പോയ ശേഷം ഇത് ഒരല്പം പ്രയാസമാണ്, അവിടെ പോയ ശേഷം ഇങ്ങനെ എഴുതരുത്. സഹജമാണ് എന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഒരല്പം പ്രയാസമാണ്. സഹജമാണോ അതോ കുറച്ചൊക്കെ പ്രയാസമാണോ? അല്പം പോലും പ്രയാസമല്ല, വളരെ സഹജമാണ്. ഇപ്പോൾ മുഴുവൻ കളിയും പൂർത്തിയായി കഴിഞ്ഞു. അതിനാൽ ചിരി വരുന്നു. ഇപ്പോൾ ഉറച്ചവർ ആയിക്കഴിഞ്ഞു. കുട്ടിക്കാലത്തിൻ്റെ കളി ഇപ്പോൾ സമാപ്തമായി. ഇപ്പോൾ അനുഭവിയായി കഴിഞ്ഞു. ബാബ്ദാദ കാണുന്നുണ്ട് എത്രത്തോളം പഴയവർ ഉറച്ചവരായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയതായി വരുന്നവരും ഉറച്ചവരാകുന്നു. നല്ലതാണ്. അന്യോന്യം നന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രയത്നം നന്നായി ചെയ്യുന്നു. ഇപ്പോൾ ദാദിമാരുടെ അടുക്കൽ കഥകൾ കൊണ്ടുപോകാറില്ലല്ലോ. കഥകൾ ദാദിമാരുടെ അടുക്കൽ കൊണ്ടുപോകുന്നുണ്ടോ? കുറഞ്ഞുവല്ലോ, വ്യത്യാസമുണ്ടല്ലോ. ജാനകി ദാദിയോട്, താങ്കൾ ഇപ്പോൾ രോഗാവസ്ഥയിലാകരുത്. കഥകളിൽ രോഗബാധിതമാകുന്നത് ഇല്ലാതായി. നല്ലതാണ്. ഏറ്റവും നല്ലതിലും നല്ല വിശേഷ ഗുണമാണ് ഹൃദയത്തിൻ്റെ സ്വച്ഛത. നല്ലതാണ്. ഉള്ളിൽ വയ്ക്കുന്നില്ല, പുറത്തു കളയും. ഏത് കാര്യമുണ്ടായാലും സത്യമായ വാക്കുകൾ നൽകും. ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്, എന്തെങ്കിലും പറയുന്നില്ല. ഏത് കാര്യമാണോ അത് പറഞ്ഞു കൊടുക്കുന്നു. ഈ വിശേഷത നല്ലതാണ്. അതിനാൽ ബാബ പറയുന്നു, സത്യവും സ്വച്ഛവുമായ ഹൃദയത്തിൽ ബാബ സംതൃപ്തനാകുന്നു. അതേ എങ്കിൽ അതേ, അല്ല എങ്കിൽ അല്ല. നോക്കാം എന്നില്ല. നിർബന്ധപൂർവം നടക്കുന്നില്ല. നടക്കുന്നുവെങ്കിൽ പൂർണ്ണമായും, ഇല്ലെങ്കിൽ ഇല്ല. ശരി. ഏത് കുട്ടികൾ സ്നേഹസ്മരണകൾ അയച്ചുവോ ബാബ്ദാദ ആ എല്ലാ കുട്ടികൾക്കും ആരെല്ലാം കത്തിലൂടെയോ മറ്റാരിലൂടെയെങ്കിലുമോ സ്നേഹസ്മരണകൾ അയച്ചുവോ അത് ബാബ്ദാദ സ്വീകരിച്ചു. ബാബ്ദാദ റിട്ടേണായി എല്ലാ കുട്ടികൾക്കും ദാതാവിൻ്റെ സ്ഥിതിയുടെ വരദാനം നൽകുന്നു. ശരി. ഒരു സെക്കൻഡിൽ പറക്കാൻ സാധിക്കുമോ? ചിറക് പവർഫുൾ ആണല്ലോ. ബാബ എന്ന് പറഞ്ഞു, പറന്നു, ഡ്രിൽ ചെയ്യിച്ചു. 4 ഭാഗത്തുമുള്ള സർവശ്രേഷ്ഠമായ ബാബയ്ക്ക് സമാനം ദാതാവിൻ്റെ ഭാവന വയ്ക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, നിരന്തര ഓർമ്മയിലും സേവനത്തിലും തൽപരരായിരിക്കുന്നവർക്ക്, പരമാത്മാ സേവനത്തിൻ്റെ സഹചാരി കുട്ടികൾക്ക്, സദാ ലക്ഷ്യത്തെയും ലക്ഷണത്തെയും സമാനമാക്കുന്നവർക്ക്, സദാ ബാബയുടെ സ്നേഹിയും സമാനവും സമീപവും ആകുന്നവർക്ക്, ബാബ്ദാദയുടെ നയനങ്ങളിലെ നക്ഷത്രങ്ങൾക്ക്, സദാ വിശ്വമംഗളത്തിൻ്റെ ഭാവനയിലിരിക്കുന്ന ദയാഹൃദയരും മാസ്റ്റർ ക്ഷമയുടെ സാഗരവുമായ കുട്ടികൾക്ക്, ദൂരെ ഇരിക്കുന്നവർക്ക്, മധുബനിൽ താഴെയിരിക്കുന്നവർക്ക്, ബാബ്ദാദയുടെ മുന്നിലിരിക്കുന്ന സർവ്വ കുട്ടികൾക്കും സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. ഹൃദയത്തിൽ ഒരു ദിലാരാമനെ ഉൾക്കൊണ്ട് ഒന്നിൽ നിന്നും സർവ സംബന്ധങ്ങളുടെയും അനുഭൂതി നേടുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ. നോളജിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥാനം ബുദ്ധിയാണ്. എന്നാൽ ഹൃദയേശ്വരനെ ഉൾക്കൊള്ളാനുള്ള സ്ഥാനം ഹൃദയമാണ്.
ചില പ്രിയതമ്മകൾ ബുദ്ധി കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നു. എന്നാൽ ബാബ്ദാദ സത്യമായ ഹൃദയമുള്ളവരിലാണ് സന്തുഷ്ടം. അതിനാൽ ഹൃദയത്തിൻ്റെ അനുഭവം ഹൃദയത്തിനറിയാം, ഹൃദയേശ്വരനറിയാം. ആര് ഹൃദയപൂർവ്വം സേവനം ചെയ്യുന്നോ അഥവാ ഓർമ്മിക്കുന്നോ അവർക്ക് പ്രയത്നവും കുറവ്, സന്തുഷ്ടത കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. ഹൃദയമുള്ളവർ സദാ സന്തുഷ്ടതയുടെ ഗീതം പാടുന്നു. അവർക്ക് സമയമനുസരിച്ച് ഒന്നിൽ നിന്നും സർവ്വസംബന്ധങ്ങളുടെയും അനുഭൂതി ഉണ്ടാകുന്നു. സ്ലോഗൻ: അമൃതവേളയിൽ പ്ലെയിൻ ബുദ്ധിയായി ഇരിക്കൂ. അപ്പോൾ സേവനത്തിൻ്റെ പുതിയ വിധികൾ ടച്ചാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക് എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്. ഇവിടെ സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്. മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദകിരണങ്ങൾ നിറയുകയാണ്.
ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു.